സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Let us give thanks to the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for this blessed evening. വീണ്ടും സഭായോഗമായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. The Lord has helped us to come together to have this fellowship. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We have been hearing to the blessed message of the word of the Lord. ചുരുക്കം വാക്യങ്ങളിൽ നിന്ന് അനേക ദൈവത്തിന്റെ വെളിപ്പാടുകൾ കർത്താവിന്റെ ദാസൻ നമുക്ക് പറഞ്ഞു തന്നു. The servant of the Lord gave us a lot of message from that little verse that we read. ഞാനും അല്പകരങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ശരണപ്പെടുന്നു. I also decided to give a short message and then sit in the presence of the Lord. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be in a prayerful attitude in the presence of the Lord. വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ദൈവജനവും ദൈവസഭയും ലോകവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We as the children of God are going through a terrible time. ആമീൻ. കുതിരയൊക്കെ കണ്ണുമൂടി നടക്കുന്നതിന്റെ കൂട്ടും മാസ്ക് വിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. Like the horse has been bridled upon their eyes, so are we also putting up mask and walking about. ഞാനും അവിടെ ഇരിക്കുമ്പോൾ ഈ മാസ്ക് ഇടുമ്പോൾ അറിയത്തില്ല ഇവിടെ നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ട്. When I put the mask and sit there, I do not understand the difficulty of those who stand here and preach. ഞാൻ ഇന്നലെ പ്രസംഗിച്ച ഒരു സൂം മീറ്റിംഗിൽ പ്രസംഗിക്കാനിടയായി. By the grace of God, I was able to preach yesterday in a Zoom meeting. ആമീൻ. അപ്പോൾ അതിനകത്ത് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ആരെ വിഴുങ്ങേണ്ടു എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. When people were staring at me, I told, do not look at me as though somebody is going to swallow you. പിന്നെ 29-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതിന്റെ കൂട്ട് ശത്രു നിന്റെ മുമ്പിൽ നിൽക്കെ വായിക്ക് കടിഞ്ഞാണിടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. As it says in Psalms 29 that when your enemy is before, put a bridle upon your tongue, so I am not your enemy. 30-ാം സങ്കീർത്തനത്തിൽ. Sorry, it's in Psalms 30. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കണം. So when we are in the presence of the Lord, let us be with a joyful attitude. കാരണം വല്ലാത്ത നിരാശയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ദൈവജനത്തിന് ആശ്വാസമുള്ള ദൈവസന്നിധിയാണ്. When the world is going through a lot of depression and a difficult state, we have a reason for joy. അതുകൊണ്ടാണ് പറയുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. That is why it says that the joy and shouting is there in the tents of the righteous. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണത എന്നല്ല പറഞ്ഞിരിക്കുന്ന പരിപൂർണതയുണ്ട്. And in his presence there is fullness of joy. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പെർഫെക്റ്റ്നെസ് ഉള്ളതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ളത്. As the servant of the Lord said, the perfectness is in the presence of the Lord. കഴിഞ്ഞ 2 പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ in the last 2 times when I had been preaching from the Psalms from here, പ്രസംഗിച്ച അതേ ടോപ്പിക്ക് ഇന്നും എടുക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. What I have been preaching, I would like to take that same topic even today. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു നിങ്ങളോട് സംസാരിച്ചത്. The last 2 times I had been speaking about the Holy Spirit unto you. ഇന്നും അതിനെക്കുറിച്ച് തന്നെ സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. I desire in the Lord even today to preach on that. ആമേൻ. സന്തോഷമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. May those who are joyful give thanks to the Lord. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. John chapter 14 verses 16 to 20. ഉറക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 16 മുതൽ 20 വരെ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us today. അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനത്തിനകത്ത് വളരെ ശക്തമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയിട്ടുണ്ട്. From Genesis to Revelation, the Lord has been speaking mightily about the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ നാം പറയാറുണ്ട് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെന്ന്. When we talk about the Holy Spirit, we all say that we have received the Spirit in our lives. അവൻ പരിശുദ്ധാത്മാവിലാണ് നാം വസിക്കുന്നതെന്ന് നാം അവകാശപ്പെടാറുണ്ട്. We many a time say that we are dwelling in this, the Spirit of the Lord dwells in us. പക്ഷേ ചിലരുടെ അനുഭവം എഫെസോസിലെ ശിഷ്യന്മാരുടെ കൂട്ടാണ്. Many of our experiences like the disciples of Ephesus. ആമേൻ. എഫെസോസിലെത്തിയ അപ്പോസ്തലനായ പൗലോസ് അവിടെയുള്ള ശിഷ്യന്മാരോട് അവിടെയുള്ള ജാതികളോടല്ല ചോദിച്ചത്, ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ എന്ന്. Paul, when he went to Ephesus, he asked the disciples. He did not ask the Gentiles, but the disciples, did you receive the Spirit? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിഞ്ഞ് സഭയായി കൂടി വരുവാൻ ആഗ്രഹിച്ചവരോട് എന്ന്
പൗലോസ് ചോദിച്ചപ്പോൾ അവര് പറയുകയാ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. When Paul is going there and asking those who have received the word of the Lord in their lives and received Jesus Christ as their personal Savior, if you have received the Holy Spirit, they are saying we have not heard about such a matter. എഫെസോസ് പട്ടണത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ When we study about the city of Ephesus, ഇത്രമാത്രം അന്ധകാരത്തിന്റെ ശക്തി കുടികെട്ടി വാഴുന്ന ഒരു പട്ടണം വേറെയില്ല. there was no other city as such that was filled with darkness. അന്യാരാധനകളുടെ ശക്തികൾ വളരെ അധികമുള്ള ഒരു പട്ടണമാണ് എഫെസോസ്. It was a city that was filled with idol worships and all different kinds of worship. ലോകത്തിന്റെ മ്ലേച്ഛതകൾ ഇരുണ്ടു നിൽക്കുന്ന ഒരു പട്ടണമാണ് എഫെസോസ് പട്ടണം എന്നുള്ളത്. Ephesus city was filled with the lawlessness of this world. അപ്പോൾ ഈ പട്ടണത്തിൽ പാർക്കുന്ന ദൈവത്തിന്റെ ജനം പറയുക പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. And this children of God who dwell in the city of Ephesus is saying that we have never heard that there was something called as the Holy Spirit. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. When the other time I had preached here, I had mentioned about this verse here. നമ്മൾ ഒരു പുതിയ സ്റ്റേഷൻ എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, ദൈവിക വേല ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ ആരാധിക്കാൻ തക്ക ഇടമുണ്ടോ എന്നുള്ളതാണ്. When we begin a ministry station or a work of the Lord in a place, we first see if we have a place of worship. അവിടെ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് ചർച്ചിൽ ഫണ്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. And we see if we take a place for rent, if we have the amount to take it for rent. പക്ഷെ പൗലോസ് പറയുകയാണ് എഫെസോസിൽ ഇപ്പോൾ ആലയമല്ല ആവശ്യം, എഫെസോസിൽ ഇപ്പോൾ ഫണ്ടല്ല ആവശ്യം, അവിടെ കുടികെട്ടി വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ദൈവജനം ജയിക്കണമെങ്കിൽ അവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തിയാണ് ആവശ്യമുള്ളത്. Paul is saying unto the church of Ephesus that the church is not important, the church building is not important, or it is not the fund that is important, but to overcome the darkness that is dwelling in the Ephesus, you need the power of the Holy Spirit. അതുകൊണ്ടാണ് എഫെസോസിൽ അവിടെയുള്ള സഭയ്ക്ക് അവൻ ലേഖനം എഴുതുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. And when Paul is writing an epistle unto the church of Ephesus, he is praying a mighty prayer there. നമ്മൾ ശക്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. And we also pray many a times mightily in the presence of the പക്ഷേ Lord. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു 90% കാര്യങ്ങളും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയായിട്ടാണ്. 90% of our prayer matters are many times in relation to us. ഞാൻ ഈ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഞങ്ങളുടെ പേപ്പർ ശരിയാക്കി തരണേന്ന്. In these days I've been praying, oh Lord, please work on our paperwork. നിങ്ങളൊക്കെ മറന്നുപോയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. I sometimes wonder if you all have forgotten about ഞാൻ it. ഇന്നാള് ഒരു അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അയ്യോ സാം ബ്രദറിന് PR ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഇന്നാൾ എന്തോ കിട്ടിയതുപോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നെന്ന്. When I told to a brother that you need to pray about our paperwork, he said, oh, I didn't know that you did not receive the PR, I thought you had received it. എനിക്കറിയാം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. I know that it is all of your prayer that we as a family are here. നിങ്ങൾ മറന്നുപോകാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. We know that we all without forgetting will pray for us. എങ്കിലും ഞാൻ പറയുക പ്രാർത്ഥിക്കണം കേട്ടോ. But still I say please pray for us. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആണ്, ഒരു 90%. 90% of our prayer are materialistic. പക്ഷേ എഫെസോസിൽ എത്തിയ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചേ. But let us be attentive to that prayer which Paul is praying unto the church of Ephesus. 1-ാം അധ്യായം 18-19 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാ. In chapter 1 verses 18, Paul is praying in this manner. ഈ ജനം അവന്റെ വിളിയാലുള്ള ആശയം എന്താണ് ആദ്യം തിരിച്ചറിയണം. This people should know what is the purpose of God's calling. അവൻ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം എന്തെന്ന് ഈ ജനം തിരിച്ചറിയണം. They should know what is their inheritance in the saints. അവന്റെ വല്ലഭത്വത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വം എന്താണെന്ന് തിരിച്ചറിയണം. They need to understand what is the mighty power of the Lord. ഈ ജനത്തിന്റെ അകത്തൊരു ഉൾബോധം ഉണ്ടാകണം, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നുള്ളത്. They should have that within their hearts, that what is the mighty working of the power of the Lord. അപ്പോൾ ഒന്നാമത് ദൈവജനം തിരിച്ചറിയേണ്ടത് നമ്മെ വിളിച്ച വിളിയുടെ ആശയം എന്താണെന്ന് തിരിച്ചറിയണം. The first thing the children of God has to understand is that what is the hope of our calling. ആമേൻ. യേശുവിന്റെ ജനത്തിന് വിരോധമായി അവരെ കൊന്നുകളയുവാൻ ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലനായ പൗലോസ് തിരിച്ചറിഞ്ഞു അവന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വിളി എന്താണെന്നുള്ളത്. Paul who had been called out to the purpose of the Lord, who had
been persecuting and killing the children of God, he understood what is his purpose and his calling. ഒറ്റ നിമിഷം കൊണ്ട് കണ്ണിന്റെ ഫ്യൂസ് അടിച്ചുപോയ അവൻ പൗലോസ് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അവന്റെ വിളിക്കായി ഇറങ്ങിത്തിരിക്കുവാനിടയായി. Paul, in a moment when he lost the fuse of his eye, when he had received the vision of the Lord, without being disobedient to that vision, he came out to the purpose of the Lord. അപ്പോസ്തലനായ പൗലോസ് കപ്പൽ പ്രമാണിയുടെ മോനാ. Apostle Paul is the son of a person who builds the ships. ആമേൻ. സ്വന്തമായിട്ട് കപ്പലുള്ള ആളുടെ മോനാ. He is the one whose father owns the ships. ആമേൻ. ഭയങ്കര വിദ്യാഭ്യാസമുള്ളവനാ. He is highly educated. പക്ഷേ യേശുവിന്റെ വിളി കേട്ടിറങ്ങിയപ്പോ അപ്പന്റെ സ്വത്തും കണ്ടല്ല അവൻ ദൈവവേല ചെയ്യാൻ പോയത്. But when he came out to do the work of the Lord, he did not take the treasures from his father and came out to work. അവൻ ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുവാൻ തെരഞ്ഞെടുത്തു. But he decided that for the purpose of Christ, he will go through trials and tribulations. കാരണം അവൻ സ്നാനപ്പെട്ടതിന് ശേഷമല്ല അവനെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെട്ടത്. It is not after his baptism that the purpose of the Lord was revealed. ദമസ്കോസിന്റെ പടിവാതിക്കൽ അന്ധകാരത്തിനകത്ത് കണ്ണിന്റെ കാഴ്ച പോയി കിടന്നപ്പോൾ ദൈവഭക്തനിലൂടെ അപ്പോസ്തലനോട് വെളിപ്പെടുത്തി, ഇവനെ ഞാൻ കണ്ടിരിക്കുന്നത് ജാതികളുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ ഞാൻ ഇവനെ കണ്ടിരിക്കുന്നു എന്നുള്ള വിളികെട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പുറത്തു വരുന്നത്. When Paul lost his sight at the gates of Damascus, he was being called by the servant of the Lord, speaking that he has been chosen unto the Gentiles to be shown who Christ is unto them. അപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്ത വാഞ്ചയും അവന്റെ വിളിയുടെ പ്രത്യേകതയും ഈ ജനം തിരിച്ചറിയണം ദൈവം എന്തിനാ അവനെ വിളിച്ചതെന്നുള്ളത്. The zeal inside Paul and the desire was that these people should understand what is the hope of their calling. അപ്പോൾ ഒന്ന് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. So the first thing is you need to understand what is the hope of our calling. രണ്ട് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമ ധനം ഇന്നതെന്ന് തിരിച്ചറിയണം. The second thing is they need to understand what is the inheritance and the glorious inheritance in the presence of the Lord. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ അവകാശം എന്തായിരുന്നെന്നുള്ളത്. In our previous fasting and prayer on the first day, I told what is this inheritance, the authority of this inheritance. പൗലോസ് തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. Paul himself is revealing that. പൗലോസ് പറയുകയാ, അഖിലാണ്ടത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യന്റെയും ബുദ്ധിമണ്ഡലത്തിനകത്ത് തോന്നാത്ത വലിയൊരു മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ മർമ്മത്തിന്റെ പ്രത്യേകത ഇതാണ്, ഇന്നലെ വരെ ജാതിയായിരുന്ന എന്നെ നിങ്ങളെ പുത്രന്റെ രക്തത്താൽ അവിടുത്തെ അവകാശികളാക്കി തീർത്ത് അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് എന്നെ നിങ്ങളെ കൂട്ടവകാശികളാക്കി തീർക്കുവാനിടയായി. Paul is saying that this mystery which was hidden to us in the past has been revealed to us, that we who have been Gentiles, who have been outside, have been called by the love of the Lord and been made as the inheritance of his kingdom and made as his sons and daughters. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, ഈ മർമ്മമെന്നും ഈ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞ് ആ വാക്കിന്റെ വലിപ്പത്തെ നിങ്ങൾ ചുരുക്കി കാണിക്കരുത്. ഇന്നലെ വരെ ആലയത്തിനകത്ത് കടന്നു വരുവാൻ കഴിയാതെ പാളയത്തിന് പുറത്ത് തള്ളപ്പെട്ട് കിടന്നു എന്നെ, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്ന എന്നെ, ഒരു സ്നേഹത്തിന്റെ കരം പോലും എന്നെ തേടി വരാതിരുന്നപ്പോൾ ഉയരത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് തന്റെ ജീവനെ നൽകി തന്ന് അവന്റെ കരം പിടിച്ച് ഈ അവകാശത്തിനകത്തന്നെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഈ മർമ്മത്തെ കുറിച്ച് വിചാരിക്കുവാൻ എന്റെ സാമാന്യ ബുദ്ധിക്ക് കഴിയുന്നതല്ല. Paul is saying, do not look down at what this word of revelation or this mystery is, for we who were outside the camp, we were unworthy, in whose eyes we could not be found gracious, God left his glorious throne and came down for us and died for us, that we might enter and be his inheritance, and that we might be his children, his sons and his daughters. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഇത് സാധാരണ ഒരു ധനമല്ല, ഈ അവകാശം ഇത് മഹത്വമേറിയ ഒരു ധനമാണ്. That is why Paul is saying this gift is not a common gift, but it is a glorious gift. എന്താണ് ഈ ധനം എന്ന് പറയുന്നത്? ലോകത്തിന്റെ സമ്പത്താണോ? What is this gift? Is it the wealth of this world? ലോകത്തിന്റേതായ സൗകര്യങ്ങളാണോ? Is it the comfort of this world? ഇത് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, as the servant of the Lord said, ലോകത്തിലെ ഏറ്റവും പണക്കാരനായ അമേസോൺകാരൻ, the most richest man in the world, the owner of Amazon, അവന്റെ പണം കൊണ്ട് പോലും അവന്റെ ആത്മാവിന് വില കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഔദാര്യമായി പുത്രന്റെ ക്രൂശീകരണത്താൽ നൽകി തന്ന സ്വത്താണ് ഈ ആത്മാവിന്റെ വില എന്നുള്ളത്. When he with his whole money cannot buy or redeem his own
God paid the price for us that we might be redeemed, each one of us unto his inheritance. അപ്പൊ പൗലോസ് പറയുക, കൂടി വന്ന വിശ്വാസിയുടെ ഉള്ളിലേക്ക് ഇത് തറച്ചു കയറണം. അവന്റെ മേൽ കിടക്കുന്ന വിളിയും അവന്റെ മേൽ കിടക്കുന്ന മഹത്വത്തിന്റെ ധനവും എന്താണെന്നുള്ളത്. And so Paul is saying, all the children of God who have come together must understand what is their hope of their calling and this glorious gift of the Lord. മൂന്നാമത് പറയുകയാണ്, And the third thing he's saying, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. and what that which is his great riches, ആരുടെ ബലത്തിന്റെയാ? of whose strength. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മുടെ സ്വന്തം ബലത്തിന്റെ അല്ല. It is not of our own strength. നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞ മനുഷ്യന്റെ ബലത്തിന്റെ അല്ല. It is not the strength of those men who said they will help. ആമേൻ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ബലത്തിൻ വല്ലഭത്വത്താൽ. But it is the greatness of the strength of the Lord. ആമേൻ ആർക്ക് വേണ്ടി വ്യാപരിക്കുന്ന? For whom it is working. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന. Oh, it is working to those who believe. ആമേൻ അവന്റെ ശക്തിയുടെ വലിപ്പം എന്നല്ല പറഞ്ഞത്, അളവറ്റ വലിപ്പം. It is not the greatness of his power, but it is the fullness and the greatness of his power. ഈ ലോകത്തിൽ വലിപ്പമുള്ളത് പലതും കണ്ടേക്കാം, പക്ഷേ അളവ് ചെയ്യുവാൻ കഴിയാത്ത വലിപ്പമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പമാണ്. There can be seen much things greater in this world, but there is nothing as that cannot be measured as the strength of the Lord. ഈ ലോകത്തിന്റെ ശക്തികളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. The strength of this world can be measured. പക്ഷേ ദൈവവചനം പറയുകയാ, അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അളവറ്റത് ലോകത്തിന്റെ മനുഷ്യന്റെ ബുദ്ധിക്കോ മെഷർമെന്റിനോ കഴിവിനോ ജ്ഞാനത്തിനോ അളക്കാൻ പറ്റാത്തതുപോലെ ഇന്നു പകലും തന്റെ ജനത്തിനു വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട്. ഇന്ന് പകൽ അത് പ്രാപിച്ചുകൊണ്ട് ഇതിനകത്തു നിന്ന് മടങ്ങി പോകുവാനിടയാകണം. When things can be measured in this world, we cannot measure the power of the mighty working of the Holy Spirit, and each one seated here must receive that great power of the Spirit and go from here. എഫെസോസിലുള്ള സഭയിലെ വിശ്വാസികളെ കുറിച്ച് വലിയൊരു ആത്മഭാരമാണ് പൗലോസിനുള്ളത്. So Paul is having a great burden, spiritual burden for the church of Ephesus. ഞാൻ പറഞ്ഞു വന്നത് പലരുടെ അവസ്ഥ ഇങ്ങനെ എഫെസോസിലെ സഭയെ പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം കേൾക്കാറില്ല. So what I'm coming to say is that we many a times are in that experience of the church of Ephesus. നാം ഒരു ഭവനം വാങ്ങിക്കുകയാണെന്ന് വെച്ചോ. Let us consider that we are buying a home. നമ്മൾ ഒരു അഡ്വാൻസ് അതിന് കൊടുത്തു. And we go and pay an advance for it. ആ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭവനം എന്റേതാണെന്ന് നമുക്ക് പറയാൻ റൈറ്റ് ഇല്ല. Just because we paid the advance, we do not have the right to say that that home is mine. ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് 25 വർഷം കഴിഞ്ഞാലും എന്റെയാന്ന് പറയാൻ പറ്റത്തില്ല. In our situation here, even after 25 years, we cannot say that home is mine. ഇത് മൊത്തം എന്റേതാണെന്ന് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുഴു തുകയും കൊടുത്ത് അതിന്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിൽ വരണം. If this house has to be called our own, then we need to pay the full amount of it and buy it for ourselves, and then only we can claim that this home is mine. എന്ന് വെച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് കാര്യമില്ല. So what it means is that just because we heard about the Holy Spirit is not enough. പരിശുദ്ധാത്മാവിന്റെ ചില കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല. Just because we believed in certain things of the Holy Spirit is just not enough. എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നുവോ അന്ന് മാത്രമേ പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെട്ടിട്ടുള്ളൂ. Only when the Holy Spirit takes 100% control of our life, that is when we are fully led by the Holy Spirit. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ്, a king who is ruling a nation, ആമേൻ പ്രൈസ് ദി ലോർഡ്, തന്റെ നിയമങ്ങളുമായി ദേശത്ത് വരുമ്പോൾ, when he comes with his rules upon the nation, എന്ന് തന്റെ നിയമം പൂർണ്ണമായി തന്റെ ജനത്തിൽ സ്ഥാപിക്കാൻ കഴിയുമോ അന്ന് മാത്രമേ അവൻ ആ രാജ്യത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. Only when all his commandments are being fulfilled within that nation, then only can he take the authority of that kingdom. അപ്പോൾ അതാണ് ഞാൻ വായിച്ച വാക്യത്തിൽ പറയുന്നത്. യേശുക്രിസ്തു പറയുകയാ, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. That is what Jesus is saying, that I will pray unto the Father and send the Holy Spirit unto you. ആമേൻ ആമേൻ. എൻ്റെ പിതാവ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. And my Father will send another helper unto ആമേൻ. you. അവിടെ പറഞ്ഞിരിക്കുന്ന another അല്ലെങ്കിൽ മറ്റൊരു കാര്യസ്ഥൻ. It says another helper. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ശക്തിയുള്ള, എന്നെ പോലെ തന്നെ കഴിവുള്ള, ഞാൻ ദൈവമായിരിക്കുന്നത് പോലെ തന്നെ
ദൈവമായിരിക്കുന്ന ഒരാത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകി തരും. What it means is that just like me, just like my ability, just like my all working, God will send the same another helper unto you. എന്ന് വെച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പറയരുത് യേശുവായിരുന്നു നല്ലതെന്ന് പറയാതെ രീതിയിൽ എന്നെ പോലെ തന്നെ തത്തുല്യമായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നയിക്കാൻ ദൈവം നിങ്ങൾക്ക് അയച്ചു നൽകി തരും. In a manner that tomorrow you will not say Jesus would have been much better if he was here. In the same manner, God would send an equal person who is the Holy Spirit, which is the third person in the Trinity. God will send him unto us. അപ്പോൾ യേശു ക്രിസ്തു പറയുക ഞാൻ പിതാവിനോട് ചോദിച്ചത് അയച്ചു തരും. Jesus Christ saying, I will ask unto the Father and send unto you. എന്തിനാ ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ചു തരുന്നത്? Why is it being sent from heaven? കാരണം യേശുവിന്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം തന്നെ സ്വർഗ്ഗത്തിലെ കൾച്ചർ ഭൂമിയിൽ കൊണ്ടുവരണം. The desire of Jesus Christ is that the same culture that is in heaven must be brought upon this earth. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അല്ലെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാരിൽ നിന്ന് ആരെങ്കിലും അവൻ തെരഞ്ഞെടുത്താൽ അവൻ അറിയാം ഇവിടുത്തെ കൾച്ചർ വീണ്ടും പൊങ്ങി വരുമെന്നുള്ളത്. Jesus knew after his resurrection, before he was taken unto heaven, if he had chosen any of the disciples, then the earthly culture will enter into it. അതുകൊണ്ട് ഇത്രയും ജീവനെ കൊടുത്ത് കഷ്ടമനുഭവിച്ച് മരണത്തിന് കീഴ്പ്പെട്ട യേശു പറയുക ഇനി ഇവിടെ മനുഷ്യന്റെ കൾച്ചർ അല്ല എനിക്ക് വേണ്ടത്, ഉയരത്തിലെ ഒരു കൾച്ചർ അത് ഭൂമിയിൽ കൊണ്ടുവരുവാൻ ശ്രേഷ്ഠനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്കായി അയച്ചു തരും. Jesus Christ, who had suffered the death and who had gone through the death and resurrected for us, is saying that I do not want the earthly culture to enter in, but I want that heavenly culture to come into you. That is why I will ask another helper for you. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പ്രാർത്ഥനയുടെ പ്രധാന വിഷയം എന്തുവായിരുന്നു? സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. That is why when Jesus taught the prayer unto the disciples, the greatest thing that he said in that is that let it be as it is in heaven. ഒരു രാജ്യത്തെ അതിന്റെ കൾച്ചർ കണ്ട് തിരിച്ചറിയാം. We can identify a nation according to its culture. ഒരു രാജ്യത്തെ അതിന്റെ ഭാഷയാൽ തിരിച്ചറിയാം. A nation or a country can be identified by its language. ഒരു രാജ്യത്തെ അതിന്റെ വേഷവിധാനങ്ങളാൽ തിരിച്ചറിയാം. A nation can be identified by their dress code. ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്കകത്തുള്ള കൾച്ചറും ഭാഷയാലും വേഷത്താലും ലോകം തിരിച്ചറിയണം ഇവരുടെ ഭരണാധികാരി പരിശുദ്ധാത്മാവ്. Dear children of God, our language, our dress code, our way of acting, and our all these things must be identified by the children, by the people of the world, that we have been reigned by the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആദ്യം ഇറങ്ങി വന്നപ്പോൾ അവിടെ വെളിപ്പെട്ടത് ഭാഷയ്ക്കൊരു വ്യത്യാസമാണ് ഉണ്ടായത്. That is why when the Holy Spirit was revealed first in the upper room, there was a change in their language. നിന്റെ ഭാഷയാൽ ലോകം അറിയണം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടോന്ന്. Through your language the world must know that you have been indwelt by the Holy Spirit. നമ്മുടെ സംസാര രീതിയാൽ ലോകം അറിയണം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടോന്ന്. In the way we speak to one another, the world should know that we have been indwelling by the Holy Spirit. Praise the Lord. Amen. അപ്പം പറയുകയാണ് പിതാവിനോട് ചോദിച്ച്. So he is saying there that I will ask the Father. നോക്കണേ, ഈ വചനത്തിലെ ഏറ്റവും വലിയ പ്രോമിസ് തന്നെ the greatest promise in the word of God. ദീർഘായുസ്സ് തരാമെന്നുള്ളതല്ല. It is not that I will give you long life. ആമേൻ. സന്തതികളെ തരാമെന്നുള്ളതല്ല. It is not that I will give you inheritance. അങ്ങനെയാണെങ്കിൽ സന്തതികൾ ഇല്ലാത്തവർക്കൊക്കെ ദൈവത്തോട് കുറ്റം പറയാം നിന്റെ വാഗ്ദത്തമുള്ളതാണ്. If so, then those who do not have children can say that it is your promise. സമ്പത്തില്ലാത്തവർക്ക് ദൈവത്തെ കുറ്റം വിധിക്കാം. Those who do not have wealth can even blame God. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴും വചനത്തിൽ എല്ലാ അധ്യായങ്ങളിലും ഉയർന്നു നിൽക്കുന്ന ഒറ്റ വാഗ്ദത്തമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തമാണ്. From Genesis to Revelation, the one thing the promise that stands out is the promise of the Holy Spirit. ഈ വാഗ്ദത്തമാണ് ഇന്നത്തെ ജനറേഷനും ആവശ്യമായിരിക്കുന്നത്. And it is this promise that is required for this generation. ആമേൻ. നോഹയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടം വീണ്ടും വരുമെന്ന് പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവസഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ്. If it was told that like the times of Noah there is going to be a time that is going to come, then the church that requires is the Holy Spirit. Praise the Lord. Amen.
ദൈവസഭയ്ക്ക് ദൈവജനത്തിന് സന്തോഷിപ്പാനുള്ള ഒരു വകയെന്ന് പറഞ്ഞത് ഈ ആത്മാവ് നമ്മുടെ കൂടെ വസിക്കുന്ന ആത്മാവാണ്. The reason for the joy for the church and the believers is that this Holy Spirit indwells within us. അപ്പോസ്തല പ്രവൃത്തി 17:25 ഇങ്ങനെ പറയുന്നു, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. In Acts 17 it says that he does not dwell in buildings that is made with hands. പക്ഷേ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. But in Corinthians, Paul is saying there that you are the temple of the living God. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. And the Spirit of the Lord dwells in you. അങ്ങനെയാണെങ്കിൽ കൈപ്പണിയായി കാണുന്ന ഈ ആലയത്തിന്റെ അകത്തല്ല ഈ ആത്മസാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ഇതിനകത്തൊരു കാര്യമില്ല. ആത്മസാന്നിധ്യം ഇറങ്ങി വരുന്നത് നമ്മുടെ മൺകൂടാരത്തിലാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ മൺകൂടാരത്തിൽ വസിക്കുന്ന ആത്മശക്തിയാൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. It does not have anything to do with this handmade buildings, but the Spirit of the Lord dwells within this earthen vessel that is each one of us. And when the power of the word of the Lord is being preached out from here, the presence of the Lord, the power of the Holy Spirit will dwell within this earthen vessel. Praise the Lord. അതിന് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. You do not have to make a particular atmosphere for it. ആമേൻ. അതിനുവേണ്ടി പ്രത്യേക ഒരു മ്യൂസിക് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. There is no necessity of playing certain music. ആത്മാവ് ഇറങ്ങാൻ ഒറ്റ കാര്യമേ നോക്കുന്നുള്ളൂ. For the Holy Spirit to come down, there is only one thing. യാഗപീഠം പണിത് കിടക്കുകയാണോ? Is the altar being built? ആമേൻ. ക്രമപ്രകാരം വിറകടുക്കി വെച്ചിട്ടുണ്ടോ? According to the covenants, is വിശുദ്ധിയോടെയാണോ പുരോഹിതൻ അകത്ത് വന്നത്? As the saints come with holiness. ആമേൻ. ഇതെല്ലാം റെഡിയാണെങ്കിൽ ഉയരത്തിൽ നിന്ന് തീയിറങ്ങും. If everything is according to the covenant, then the fire will come down from heaven. ഇത് തയ്യാറായി കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയാകും. When it is all prepared, the presence of the Lord will come down. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. I fear the time. ആമേൻ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോകട്ടെ. Let me go quickly ahead. ആമേൻ. വചനം പറയുന്നു, ഉൽപ്പത്തി മുതൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. From Genesis, the word of God says that the presence of the Holy Spirit is known. ഒന്നാം അധ്യായം 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. In Genesis chapter 1 verses 2 it says that the earth was without form and it was void, and the Holy Spirit was hovering over the water. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. The Spirit of the Lord was hovering over the water. അന്ന് മുതലേ ദൈവത്തിന്റെ ആത്മാവുണ്ട്. So the Spirit of the Lord was there from the beginning. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, when it is talking about man's creation in chapter 2 verses 7, യഹോവയായ ദൈവം നിലത്തു നിന്ന് പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് God he took the dust from the earth, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, and he blew the breath into his nostrils, എന്നിട്ട് അവൻ ജീവനുള്ള ദേഹിയായി നിന്നു, and he became a living being. ഇവന്റെ മൂക്കിലെ കൂതിയതെന്താണ്? What was blown into his nostrils? ഈ ശ്വാസം എന്നുള്ളത് റൂഹ എന്ന വാക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റഡ് ആയതാണ്. This breath or this breath is translated from the word ruha. എന്ന് വെച്ചാൽ അവൻ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെയും പിതാവിന്റെയും കരത്താൽ നിർമ്മിക്കപ്പെട്ട ഈ മൺപാത്രത്തിലേക്ക് അവന്റെ വായിൽ നിന്ന് വന്ന ഈ ശ്വാസം ആത്മാവിന്റെ ശക്തിയാൽ ജീവനില്ലാത്തവൻ ജീവൻ പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീർന്നു. What it means is that the Father and the Son who took the dust from the earth, when it blew the mighty power of the Spirit into his nostrils, this mud which had no life had become a living being. 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Psalms 33 verses 6 it says, യഹോവയുടെ വചനത്താൽ ആകാശവും by the word of the Lord the heavens, അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി, and by the breath of his mouth the host of them were formed. സൃഷ്ടിയുടെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം നടക്കുന്നുണ്ട്. So from the time of creation there is a work of the Holy Spirit that's happening. അവൻ പുതിയ നിയമത്തിലെ ഈ ശ്വാസത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. Even in the New Testament we can see about this breath here. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിനു ശേഷം After Jesus Christ was crucified, യഹൂദന്മാരെ ഭയപ്പെട്ട് fearing the Jews, അവൻ വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷനായി. the disciples who were fearing the Jews had closed their rooms and were sitting inside. Jesus appeared before them. ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞു. First he said, be of good courage. അടുത്ത വാക്യം യോഹന്നാൻ 20:20 ഇങ്ങനെ പറയുന്നു,
In John 20:20 it says, ഇങ്ങനെ പറഞ്ഞ ശേഷം after saying so, അവൻ അവരുടെ മേൽ ഊതി, he blew unto them, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. and they received the Holy Spirit. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം If so, ഈ ആലയത്തിന്റെ അകത്ത് within this ഒരു church, പരിശുദ്ധാത്മാവിന്റെ ഊതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന, those who are desiring for that blow of the Holy ഒരു Spirit, പരിശുദ്ധാത്മാവിന്റെ ശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന those who are desiring for the breath of the Holy Spirit, എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേലും ആത്മാവിന്റെ ഒരു ഊതൽ ഉണ്ടാകുവാനിടയാകും? how many of you are there who desire for that blowing of the Holy Spirit upon our life? അപ്പൊ ഉൽപ്പത്തി പുസ്തകം മുതൽ അവൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം. So from the book of Genesis we can see the working of the Holy Spirit. അവൻ പക്ഷേ പഴയ നിയമത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ The peculiarity of the Old Testament is that അവൻ പരിശുദ്ധാത്മാവ് വന്നും പോയുമായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. the Holy Spirit came and went on. അവൻ സ്ഥിരമായിട്ടില്ലായിരുന്നു. It was not there permanently. അതുകൊണ്ടല്ലേ ദാവീദ് പ്രാർത്ഥിച്ച, കർത്താവേ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ആത്മാവിനെ തരണം. That is why David prayed, give me a steadfast spirit within me. നമ്മൾ എന്തോ ഇപ്പം പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി തരണം. What we praise nowadays is that give me a steadfast job. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാൾ എനിക്ക് സ്ഥിരമായ ഒരു വീട് തരണം. It has been a long time that I've been moving homes here and there. Give me a permanent home. ദാവീദിന് കൊട്ടാരമുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, കുതിരയുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവൻ പറയുന്ന എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് സ്ഥിരമായ ഒരു ആത്മാവിനെ നൽകി തരണം. David has the palace, he has everything, he has the vehicle to go, he has the horses, the chariots and everything, but he is praying, Lord, give me a steadfast spirit within me. ശിംശോന്റെ മേലും ആത്മാവ് വരും. So if there is a Samson, there is the spirit of the Lord that comes. ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. And when the spirit comes, he himself cannot withhold it. അവൻ കാണുന്ന സിംഹത്തെ രണ്ടായി വലിച്ചു കീറിക്കളയും. See the lions that he see, he will tear them apart. പക്ഷേ ഇവൻ പോലും അറിയാതെ ഈ ആത്മാവിനെ വിട്ടുപോകും. But even without his knowledge, the spirit will leave him and go. Praise the Lord. Amen. കഴിഞ്ഞ നിമിഷം സിംഹത്തെ വലിച്ചു കീറിയതാണെങ്കിൽ, if the previous moment he had just torn the lion, അടുത്ത നിമിഷം ദലീലയുടെ മടിയിലായിരിക്കും. the next moment he will be in the laps of Delilah. ആമേൻ. കഴിഞ്ഞ നിമിഷം ശക്തമായി ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ദാവീദ്, Oh, the David who was being used mightily for the Lord in the last moment, ആത്മാവ് പോയതറിഞ്ഞില്ല, പാപത്തിന്റെ അകത്തേക്ക് അവൻ വീഴുവാനിടയായി തീർന്നു. he did not know the spirit of the Lord left him and he went down into the sinfulness. അപ്പൊ പഴയ നിയമകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുമായിരുന്നു. And so in the Old Testament the Holy Spirit used to come and go. ആമേൻ. പ്രവാചകന്മാരുടെ മേൽ ആത്മാവ് വരുമ്പോൾ അവർ പ്രവചിക്കും. And when the spirit of the Lord comes upon the prophet, they used to prophesy. ദർശകന്മാരുടെ നടുവിൽ ആത്മാവ് വരുമ്പോൾ അവർ ദർശനങ്ങളെ കാണും. And those when the spirit of the Lord came upon those who saw visions, they used to see the visions. അതിനുശേഷം ആത്മാവ് മടങ്ങിപ്പോകും. After that the Holy Spirit departs. പക്ഷേ പുതിയ നിയമമായപ്പോൾ But when it came to the New Testament, അവൻ യേശു പറയുകയാണ്, Jesus is saying, ഇനിയിപ്പോ ഈ വന്നും പോയി നിന്നുള്ള പരിപാടി ഞാൻ അങ്ങ് നിർത്താൻ പോവാ. I'm going to stop this going and coming. അവൻ വന്നും പോയി നിന്നോണ്ടാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. All this problem happened because it was going and coming. ഞാൻ ഉള്ളപ്പോൾ നിനക്ക് ഭയങ്കര വിശുദ്ധിയാ. When I am there, you have great holiness. ഞാൻ കൂടെയുള്ളപ്പോൾ നിനക്ക് ഭയങ്കര ആരാധനയാ. When I am there, you have great worship. ഞാൻ ഒരു നിമിഷം കൊണ്ട് മാറി നിൽക്കുമ്പോൾ നിന്നെ വിളച്ചിലിറക്കുന്നത്. But when I move away from you for a moment, we can see your real character. അതുകൊണ്ട് പറയുക, നിങ്ങളെ സത്യത്തിൽ വഴിനടത്തുവാൻ ഞാൻ സ്ഥിരമായി ഒരു ആത്മാവിനെ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. That is why he's saying, so that you may walk in me in the truth forever. I'm going to give you a steadfast spirit in your life. സ്ഥിരമായ ഒരു ആത്മാവ്. So a steadfast spirit. എന്നേക്കും നിലനിൽക്കുന്ന ആത്മാവ്. Oh, the spirit that dwells with us forever. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരിക്കൽ കിട്ടിയ പോകത്തില്ലെന്നല്ല. The meaning of that does not mean that just because we received it will not depart. പരിശുദ്ധാത്മാവ് ലോകത്തിൽ നിന്ന് പോകത്തില്ല. The Holy Spirit will not depart from the earth. പക്ഷെ നമ്മിൽ നിന്ന് പോകും. But it will leave from us. കാരണം ഈ പരിശുദ്ധാത്മാവിന് വസിക്കുന്ന ആലയം അത് വിശുദ്ധമുള്ളതായിരിക്കണം. Because the temple that it dwells, the Holy Spirit dwells, it has to be holy. ഇതിനകത്ത് വിശുദ്ധിയുള്ളിടത്തോളം കാലം ഇത് വിട്ടുപോകത്തില്ല. As long as the temple is holy, it will not depart and go. അപ്പോൾ നോക്കണമേ, പുതിയ നിയമത്തിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ ദൈവം നൽകി തന്നു. So in the New Testament God gave us a steadfast spirit. അവൻ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവ് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്ലാനിംഗ്.
The coming of the Lord Jesus Christ upon this earth was the planning of the Holy Spirit. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് ഇങ്ങനെ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സ്വർഗ്ഗത്തെ കുറിച്ച് ഒരു ദർശനം കാണുകയാ. Isaiah, in the book of Isaiah, we can see Isaiah seeing a vision of a heaven that where it is going, he's going up and down. സ്വർഗ്ഗത്തിൽ ഭയങ്കര ഒരു ഡിസ്കഷൻ നടക്കുകയാ. There is a big, great discussion in heaven. ആരെ നാം അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? Whom shall we send? Who will go for us? നമുക്ക് വേണ്ടി എന്ന് അവിടെ He പറഞ്ഞിരിക്കുന്നത്. is saying for us. അവ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരുമിച്ച് ഇന്ന് സംസാരിക്കുക. So the Father, Son, and the Holy Spirit is discussing together. ആവാമിൻ തലയെ കൈവച്ചിട്ട് പറയാ, നോക്കിക്കേ നമ്മുടെ മക്കളുടെ കണ്ടീഷൻ കണ്ടോ? Oh, they look, keeping their hands on their head and saying, look, can we see the condition of our children? ഇത്രയും മക്കളുണ്ട്, ഒറ്റയൊരെണ്ണത്തിന് പോലും അനുസരണം ഇല്ല. Though there are so many children, none of them have any discipline. അങ്ങനല്ലേ പറഞ്ഞ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. Isn't it so that is written that there is no righteous, not one? ആമേൻ. ചാടിപ്പിടിച്ച് പുത്രൻ പറഞ്ഞു, The son quickly jumped up and said, നമ്മുടെ മക്കളായി പോയില്ലേ, കൈവിടാൻ പറ്റുമോ? oh, they are our children, so can we not, we cannot leave a hand. ഇച്ചിരി കഷ്ടപ്പെട്ടാലും കാര്യമില്ല, ഞാൻ പോയി അവരെ വിടുവിച്ചിട്ട് വരാം. Even though there is a little struggle, it does not matter. Let me go down and save them. പക്ഷേ സ്വർഗ്ഗത്തിൽ മണിമുകളുമായിരുന്ന ക്രിസ്തു എന്ന ദൈവത്തിന് ഭൂമിയിൽ വരണമെങ്കിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കണം. If Jesus Christ was seated on the throne above, if he has to come down on the earth, then there are certain things that has to be set right. നമ്മുടെ കൂട്ടം എന്തെങ്കിലും ചിന്തിച്ചിട്ട് മുന്നും പുറകും നോക്കാതെ എടുത്തിയാടി ഇറങ്ങുന്ന സ്വഭാവം ദൈവത്തിനില്ല. God does not have a character of us where without even thinking we jump into a conclusion. അവൻ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കും. He first prepares a plan. അവൻ ഉണ്ടാക്കിയ പ്ലാൻ എന്തുവാണ്? What was the plan that he prepared? ആമേൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ചെല്ലുന്നതിന് മുമ്പ് വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഒരുത്തനെ അതിന് മുമ്പ് അയക്കണം, ഭൂമിയിൽ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് വഴി നിരത്തി കൊടുക്കുവാൻ. The Holy Spirit said that before he came, that there would be a son who would be born, who would prepare a way for him. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രധാന ദൂതനെ വിളിച്ചു. And soon the Holy Spirit called the angel, the archangel. അവൻ ഗബ്രിയേലിനോട് പറഞ്ഞു, എളുപ്പം നീ ചെല്ല് പുരോഹിതനായ സഖറിയാവിന്റെ അടുത്തേക്ക്. The Holy Spirit said, go quick unto Gabriel the archangel, that go quickly unto my servant Zechariah. ആലയത്തിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധനായ വിശുദ്ധനായ സഖറിയാവിനെ അവൻ കണ്ടു. He saw Zechariah who was serving the Lord in the temple, who was holy and righteous before God. സഖറിയാവിനോട് ദൂതൻ പറഞ്ഞു, സഖറിയാവേ, ആമേൻ, ഞാൻ നിനക്കൊരു സന്തതിയെ തരാൻ പോകുകയാ. The angel of the Lord said unto Zechariah, oh Zechariah, I'm going to give you an inheritance. ആമേൻ. പ്രൈസ്. സഖറിയാവ് ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. Zechariah said unto the angel, I do not know how this is going to happen. ആമേൻ. അവന്റെ ഭാര്യ മച്ചിയായ ഒരു സ്ത്രീയാണ്. Because his wife is an old woman. ആ കാലഘട്ടത്തിൽ മച്ചി എന്ന് പറഞ്ഞാൽ ഒരു രോഗമായി ജനം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. That old woman was seen as one who had diseases or was sick. അല്ലെങ്കിൽ പാപത്തിന്റെ ഫലമായി ഉൽപാദന ശക്തി അവൻ ദൈവം അടച്ചു കളഞ്ഞതായി അന്നത്തെ കാലഘട്ടത്തിൽ ലോകം വിശ്വസിച്ചിരുന്നു. During that time the world saw barren women as those who were cursed and whom God had closed their womb. അവൻ പാപത്തിന്റെ ഫലമായി തങ്ങളിൽ കൂടിയതായ ഒരു ശാപമായതെന്ന് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു മച്ചിയായ സ്ത്രീകളെ കണ്ടിട്ട്. Looking at a barren woman, they saw them as those who were cursed from God, who would not receive any fruits of the law. പക്ഷേ പരിശുദ്ധാത്മാവിൽ ലൂക്കോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവൻ ഇവര് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നുവെന്ന്. But Luke the writer has very clearly written that they both were righteous before God. പക്ഷേ എന്താ സഖറിയാവേ ഇത്രയും കാലമായിട്ടും നിനക്കൊരു തലമുറയില്ലാതിരുന്നത്? Oh Zechariah, why is it that you have no descendants until now for all these years? അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ അവൻ ഇവൾ മച്ചിയായിരിക്കുമെന്ന് കണ്ടൊരു സ്വർഗമുണ്ട്. അവളുടെ ഗർഭത്തെ തുറന്നിട്ട് വേണം അവൻ ദൈവത്തിന് വഴിയൊരുക്കുവാൻ ഇവളിലൂടെ ഒരു പുത്രനെ പുറത്തു കൊണ്ടുവരേണ്ടത്. Before the foundations of the earth, their God already knew that this woman would be barren, and the Lord would open her barrenness and would give them a son who would prepare the way for the Christ. നോക്കണേ, ഞാൻ ഓർക്കുകയായിരുന്നു ഈ സഖറിയാവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഓർക്കുക, അന്നു മുതലേ നമ്മൾ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ. When I was thinking about Zechariah, I was thinking that most of these men are like this. ഇപ്പോൾ ഒരു പ്രവാചകൻ വന്ന് നമ്മളോട് ദൂത് പറയുവാണെന്നുണ്ടെങ്കിൽ സഹോദരന്മാർ കുത്തിയിരുന്ന് ആരാധിക്കും. If a prophet is
giving prophecy unto the brethren, they would worship the Lord. നമ്മൾ ശക്തമായി കൈയടിക്കുന്നുണ്ടെങ്കിലും ആദ്യം ചിന്തിക്കുന്ന അത് നടക്കാൻ വല്ല വഴിയുണ്ടോ? Even though we are clapping and worshiping mightily, we are thinking in our mind, will this ever happen? അപ്പൊ നമ്മളിങ്ങനെ തലയൊക്കെ ആട്ടുമ്പോൾ ആൾക്കാർ ഓർക്കും ഇവനെ ഏറ്റെടുക്കുവാന്ന്. പക്ഷെ നമ്മൾ നടക്കത്തില്ല, ഒരിക്കലും ഇല്ല. Though we are shaking the head and worshiping the Lord, those who are prophesying will think that he is receiving the prophecy, but actually in our mind we are saying, no, it's not going to happen. ഇതേ കാര്യമാ സക്രിയാവും പറഞ്ഞത്. This is what even Zechariah said. സക്രിയാവിനോട് ദൂതൻ പറഞ്ഞു, The angel of the Lord said unto Zechariah, ഇനി ഇത് നടക്കുന്നവരെ മിണ്ടിപ്പോകരുത്. until this happens, do not even speak. നിന്നെ ഇങ്ങനെ വായും തുറന്ന് വെളിയിൽ വിട്ടാൽ നീ പുറത്ത് എന്നും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയും. If I leave you like one who is able to speak, then you will go out and speak of the words of unbelief. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിന്റെ ഭവനത്തിനകത്ത് വേറെ ഒരു സന്തോഷം മാത്രം തരുന്ന ഒരു വാഗ്ദത്തമല്ല. ലോകത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ അയക്കുവാൻ ഒരു വലിയ വാഗ്ദത്തമാ നിന്നിലൂടെ ആദ്യം ദൈവം തുറക്കാൻ പോകുന്നത്. This promise is not just a joy for within your home, but this promise is the one that prepares the way for the Christ who is to come to redeem the world. ആ വാഗ്ദത്തത്തെ നിന്റെ വാക്കുകൊണ്ട് നീ തടയരുത്. And that promise you should not block it with your word. ദൈവിക പദ്ധതികളെ നമ്മുടെ വാക്കുകൊണ്ട് നാം തടയരുത്. We should not block the purpose of the Lord with our word. ദൈവത്തിന്റെ പ്രോമിസസിനെ നമ്മുടെ സാഹചര്യം കൊണ്ട് ഞാൻ നിങ്ങളെ തടയരുത്. We should not block the promises of the Lord with our situation. Praise the Lord. Amen. സക്കറിയാവ് വായും മൂടിക്കൊണ്ടാ വെളിയിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. Zechariah was mute when he went out. ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളി അകത്തിരുന്ന് എന്തോ ഞെട്ടി പേടിച്ചാന്ന് തോന്നി. ഇപ്പൊ അനങ്ങുന്നില്ല, വെളിയിൽ വന്നിട്ട് വായും പൂട്ടിയിരിക്കുകയാണ്. The people thought that he was in a shock inside when he went inside, so that is why he is quiet when he came out. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? അകത്തെന്തോ ദർശനം കണ്ടതാണെന്നാ തോന്നുന്ന പുള്ളി പേടിച്ച് വിറച്ചിരിക്കുക, അതുകൊണ്ട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. That is how it is written, that he would have seen certain visions there and he would have got shocked, and that is why he is mute. And എനിക്ക് സന്തോഷം തോന്നിയ ഒരു വാക്യം. But what gives me joy in that verse, ഇവൻ ഒരു പേപ്പർ എടുത്ത് യോഹന്നാൻ എന്ന് പേരെഴുതിയതും ഇവന്റെ വായുടെ കെട്ടുപൊട്ടി. as when he took a paper and wrote the word John, his mouth opened. എന്ന് വെച്ചാൽ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം എന്ന് വരുമോ അന്നത്തോളം നിന്റെ കെട്ടുകൾ പൊട്ടുവാനിടയാകും. What it means that when the promises is being fulfilled in your life, that day your bondages will be broken. പരിശുദ്ധാത്മാവിന്റെ പദ്ധതികൾക്ക് വിരോധമായി അവൻ ഉയർന്നു വരുന്ന സകല വാക്കുകളെയും ഇന്ന് രാത്രി ബന്ധിച്ച് വാഗ്ദത്തത്തിന്റെ വെളിപ്പാടുകൾ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. Let every word that stops the work of the promises of the Holy Spirit be bound, and may the promises be revealed within the church. എന്ത് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാകുമോ പിന്നെ ശത്രുവിനെ അവിടെ കൊടിവെക്കാൻ കഴിയത്തില്ല. ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുവാനിടയാകും. The moment the promises are fulfilled, at that moment the enemy cannot put its flag and stay there. That moment the Holy Spirit will take reign and work there. Praise the Lord. എലിസബത്തിനോട് ദൂതൻ പറയുകയാ. The angel of the Lord is saying unto Elizabeth. സക്രിയാവിനോട് എലിസബത്തിനോട് പറയുകയാ. Unto Elizabeth and Zechariah the angel of the Lord is saying. ആമേൻ. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുകയാ. If you ask how, it's going to be just an unusual way. ആമേൻ. അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുകയാ. There's going to happen an unnatural way. അസാധാരണമായ ഒരു കാര്യം നടക്കാൻ പോകുകയാ. There is going to be an impossible thing that's going to happen. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നിടത്തൊക്കെ അസാധാരണമായ കാര്യങ്ങൾ നടക്കും. I believe that when the Holy Spirit is revealed, there is going to be things that is going to happen that are impossible. സ്തോത്രം. Amen. ഇതേ ദൂതൻ ഇത് പറഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം അടുത്ത സ്ത്രീയുടെ അടുത്തോട്ട് പോയി. This same angel, after 6 months after saying unto Zechariah, it went to another woman. അപ്പൊ ഇതെല്ലാം സ്വർഗ്ഗത്തിൽ ഒരു പ്ലാനിംഗ് നടക്കുകയാ. So there is a planning that is happening in heaven. ആമേൻ. അതിനുശേഷം മറിയയുടെ അടുത്ത് ചെന്നു. And after that, the angel Gabriel went unto Mary. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ദൂത് കേട്ട സഹോദരിമാരെ ഏറ്റെടുക്കുമെന്ന്. Didn't I say that when the women hear a prophecy, they quickly receive it? മറിയ പറഞ്ഞു അങ്ങയുടെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കട്ടെ. Mary replied that if that is your will, then let it happen. പക്ഷേ മറിയയ്ക്ക് ഇതെങ്ങനെ സംഭവിക്കും? But still Mary is asking, how will this be possible? നേരത്തെ പൗലോസിന്റെ പ്രാർത്ഥന, The prayer of Paul, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും.
വരും. The Holy Spirit will come and dwell in you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit will come upon you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Oh, the power of the mighty God will come upon you. എന്ന് വെച്ചാൽ നീ അസാധ്യമെന്ന് പറഞ്ഞ് നിന്നെ വാടിമൂരി വെച്ചിരുന്നതായ പുതപ്പിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അസാധാരണമാകുന്ന ഒരു ജനനം നിന്നിലൂടെ വെളിപ്പെടുവാനിടയായി തീരും. When the blanket of impossibility covers you up, that at that moment the mighty power of the Holy Spirit will overshadow you and take away that blanket of impossibility. ദൈവത്തിന്റെ പ്ലാനിങ്ങിന്റെ ഒരു പ്രത്യേകത, The uniqueness of God's planning is ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ before God does something, ദൈവം അതേപോലെ ചെയ്ത ചില കാര്യങ്ങളെ കാണിച്ചു കൊടുക്കും. God will show certain things that he had done previously like that. Praise the Lord. പണ്ട് ഞാൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെങ്കടൽ തുറന്ന് നീ കാണ്. See how I opened a way for the children of Israel and parted the Red Sea. യോശുവോട് പറയുകയാണ് ചെങ്കടൽ നീ കടന്നെങ്കിലാണ് നിനക്ക് യോർദാൻ ഇത്ര ഭാരമായിട്ടുള്ളത്. He's saying unto Moses, if you have crossed the Red Sea, is Jordan so difficult for you? അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ മുമ്പേ കാണിച്ചു കൊടുക്കും. So God will show certain things before we doing something. ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറയുകയാ. So the angel of the Lord is saying unto Mary, നീ ചോദിക്കുന്നു എങ്ങനെ സംഭവിക്കുമെന്ന്. You are asking how this is going to happen. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിനെ ഒന്ന് നോക്കിക്കേ. Look at your relative Elizabeth. വാർദ്ധക്യത്തിൽ ഞാൻ അവനൊരു മകനെ കൊടുത്തെങ്കിൽ, if at our old age if I have given blessed her with a son, മച്ചി എന്ന മുദ്രയിട്ടവളമേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു സന്തതി ഉളവായെങ്കിൽ അതിന്റെ മേൽ നിനക്ക് എനിക്ക് നൽകി തരുവാൻ കഴിയുന്നതാണ്. If upon a woman who was barren the mighty power of the Holy Spirit was revealed and she was blessed with a son, then that same spirit will come upon you. നമ്മളെ ഓരോ സാഹചര്യത്തിലൂടെ ദൈവം കടത്തിവിടുന്നത് മറ്റുള്ളവരെ ബലപ്പെടുത്താൻ വേണ്ടിയായിട്ടാണ്. God sent us through certain situation is for us to strengthen others. നാം ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് നാളെ നിന്റെ മുമ്പിൽ ദൈവം ചിലരെ കൊണ്ടുവരും. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് അവരെ ബലപ്പെടുത്താൻ ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാ. When we go through certain trials sometimes God will bring certain people before our life that we might strengthen them as they go through these trials sometimes. ദൈവം ട്രെയിൻ ചെയ്യുന്നത്. Whom is God training? കഷ്ടതയുടെ നടുവിലും പിടിച്ചു നിൽക്കുന്ന ഉറപ്പുള്ളവരെ ദൈവം ട്രെയിൻ ചെയ്യത്തുള്ളൂ. God will train only those who hold strong upon him even when they go through trials sometime. ഈയോബിനെ ദൈവത്തിന് നല്ല ഉറപ്പായിരുന്നു. God was very had lot of faith upon Job. ഇവനെ മൊത്തത്തിൽ ഇനി ഏൽപ്പിച്ചു കൊടുത്താൽ ഇവന്റെ ഒരു സംസാരം കൊണ്ട് പോലും ഇവൻ എന്നെ തള്ളി പറയത്തില്ലെന്നുള്ളത്. Even if God had given up Job completely unto the enemy, God knew that he would never speak against the Lord. അപ്പോൾ നോക്കണമേ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ സ്വർഗ്ഗത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. So we can see that there is a planning that's happening in heaven so that Jesus Christ can be born upon this earth. അപ്പോൾ അവന്റെ ജനനം നടന്നത് പരിശുദ്ധാത്മാവിനാലാണ്. So he was born by the work of the Holy Spirit. രണ്ടാമത് പറയുന്നു, അവൻ വളർന്നപ്പോൾ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. And the next thing it says that as he is growing up, the Holy Spirit was with him. അങ്ങനെയല്ലേ പറയുന്നത്, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. That is how it says that this child had grown up, the Holy Spirit was with him and he was full of knowledge and wisdom. അവന്റെ വളർച്ചയിൽ ഉണ്ടായിരുന്നു. In his growth it was there with him. അതിനുശേഷം അവനെ സ്നാനക്കടവിലേക്ക് ആത്മാവിനെ നയിക്കുകയാണ്. And we can see that the Holy Spirit is leading him unto the river Jordan to be baptized. അവൻ വഴിയരികിൽ വെച്ച് അവൻ കാണുന്നുണ്ട് അവന് മുമ്പേ വഴിയൊരുക്കാൻ പോയവൻ അവിടെ പ്രസംഗിക്കുന്നത്. And on the way he can see the person who was supposed to prepare a way preaching there. അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന് യേശുവിനെ സീൽ ചെയ്തിട്ട് പറഞ്ഞു, ഇവന് വേണ്ടി തന്നെ നീ വഴിയൊരുക്കുവാൻ വന്നതെന്ന്. And so that it might be revealed to him, the Holy Spirit came like a dove upon Jesus and it was like a revelation unto John that it is for him that you had come to prepare a way. യേശുവിന്റെ ജനനത്തിൽ വളർച്ചയിൽ അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിപ്പെടൽ ഉണ്ടായിരുന്നു. So there was a revelation of the Holy Spirit from the time Jesus was born unto his growth and his baptism and in his ministry. നാം വായിച്ച വാക്യം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. The verse that we read is that Jesus saying few words unto the disciples before he was being crucified during the time of the Lord's Supper. അന്ന് പറയുകയാ, ഞാൻ പിതാവിനോട് ചോദിച്ചു, ഞാനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. He said that I will ask unto the Father and send to you another helper. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. Let me quickly say, അവന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷവും അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും തന്റെ ശിഷ്യന്മാരോട് ഇതിനെക്കുറിച്ച് റിമൈൻഡ് ചെയ്തു. And God is reminding them these same things after his resurrection and before he was taken up from here upon the earth. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. It is saying in Acts chapter 1 verse 8. അവിടെ പറയുക, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. And it says that the Holy Spirit will come upon you. അവൻ ഉറപ്പിച്ചു പറയുക വരുമെന്ന്. He is confirming and saying it will come upon you. ഞാൻ ചെന്ന് പിതാവിനോട് ചോദിക്കട്ടെ, പറഞ്ഞു വിടുവാണെങ്കിൽ ചിലപ്പം വരുമെന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നിരിക്കും. He is not saying that let me go and ask the Father, it may or may not come unto you. He is not saying like that, but he is saying he will come upon you. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒന്ന് അതിന്റെ ആണി ഒന്ന് തുറന്നു വിട്ടാൽ ഒരു പവർ ഹൗസ് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തിങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്നുള്ളത്. If we look into the book of Acts, we can see, if we just remove one of its grooves from there, we can see that it is the powerhouse of the Holy Spirit. യേശു ശിഷ്യന്മാരോട് പറയുകയാ, Jesus saying unto the disciples, നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. You should be my witnesses. പക്ഷേ സാക്ഷിയാകാൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. But before you become witnesses, you must wait for the Holy Spirit. അവർ കാത്തിരുന്നു. And they waited. ആമേൻ. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-1 മുതൽ 4 വരെ. From Acts chapter 2 verses 1 to 4 we can see. ആമേൻ. എന്തുവാണ് അവിടെ കാണുന്നത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. When the day of Pentecost had fully come, they were all in one accord in one place. ആമേൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അവിടെ ആത്മാവ് ഇറങ്ങി വരാനുള്ള ഒന്നാമത്തെ കാരണം ഒരു യൂണിറ്റി ആയിരുന്നു. Last time when I preached on this, I had said that the reason why the Holy Spirit came upon them there was that because of their unity there. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നാമത് ആവശ്യം ഒരു യൂണിറ്റിയാണ്. If the Holy Spirit has to work in a particular place, the first thing and the priority of it is that there has to be unity. അതുകൊണ്ടല്ലേ ആ പഴയ നിയമ കാലഘട്ടത്തിലും യാഗപീഠം ഇടിഞ്ഞു കിടന്നതിനെ ഒരുമിച്ചാക്കി ഒന്നാക്കി ഒരുമിച്ചിരുത്തി അതിന്റെ കേടുപാടുകളെ മാറ്റിയതിനു ശേഷമല്ലേ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നത്. That is why in the Old Testament, when the altar was broken, only when it was set in its oneness in that right place, and when all its defects were removed, that is when the fire from heaven came down. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരുമിച്ചിരിക്കുന്നതിനെയല്ല യൂണിറ്റി എന്ന് പറയുന്നത്. What is this unity? It does not mean sitting together. ആമേൻ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാ, ഇച്ചിരി ദൂരെ ഇരിക്കാമല്ലോ. According to the current situation, we can sit afar. പക്ഷേ യൂണിറ്റി എന്ന് പറയുന്നത് എന്തുവാ? ഒരുമിച്ച് ഇടുങ്ങി ഒരു മുറിക്കകത്തിരിക്കുന്നതിനെയല്ല യൂണിറ്റി എന്ന് പറയുന്നത്. Unity does not mean that we are sitting inside a room with very less space and sitting together. യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒന്നാമത് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ മനോഭാവത്തെ കുറിച്ചാണ്. When the word of the Lord is teaching about unity, it is talking of our one-mindedness. ആമേൻ. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അത് പറയുന്നത്. It is talking about our attitude. ആമേൻ. ഒരുമിച്ചിരുന്നിട്ടും ആമേൻ 100 പേരുണ്ടെങ്കിൽ 100 മനോഭാവമാണെങ്കിൽ ആമേൻ കൈയടിച്ചാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരത്തില്ല. If there are 100 people sitting together inside a room, and if their attitude is different, then the Holy Spirit will not come down and work. ആമേൻ. പത്രോസ് യോഹന്നാൻ ശക്തമായിട്ട് പ്രസംഗിക്കുകയാണ്. Peter and John is mightily preaching. ആമേൻ. അന്നത്തെ കാലത്തെ ആമേൻ നേതാക്കളും ആമേൻ അധികാരികളൊക്കെ അവരെ വന്ന് പിടിച്ചോണ്ട് പോയി. The authorities during that time caught them and went away. പക്ഷേ തെളിവായി ഒരു അത്ഭുതം ചെയ്തതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ വിട്ടയച്ചു. Because they did a miraculous work with a proof, they could not do anything, so they left them free. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. It is Acts chapter 40 that I am saying. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ after all these incidents, ആമേൻ, പത്രോസ് യോഹന്നാനും മടങ്ങി വന്ന് അന്നുണ്ടായിരുന്ന ദൈവജനത്തോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. Peter and John came back and said these things unto the church there. 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്,
4 verses 23 ഇങ്ങനെ പറയുന്നു. In chapter 4 verses 23 it says, അവൻ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതനും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. and being let go, they went their own company and reported all that the chief priests and the elders had said unto them. അടുത്ത വാക്യത്തിൽ എന്താണ് കാണുന്നത്? What do we see in the next verse? അവൻ അത് കേട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. And when they heard that, they lifted up their voice to God with one accord. അവർ ഒരുമിച്ച് നിലവിളിച്ചു. With one accord they cried unto the Lord. ചുമ്മാതകളൊന്നും They നിലവിളിക്കുകയല്ലായിരുന്നു. were not simply crying out. അവർ ഒരുമനപ്പെട്ട് നിലവിളിച്ചു. With one accord they cried ഒരേ out. മനോഭാവത്തോടെ നിലവിളിച്ചു. With one attitude they cried out. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് When we continue to read, we അവർ see, ഇരുന്നിരുന്ന് ഈ അടിസ്ഥാനത്തെ കുലുക്കുവാനിടയായി. oh, the foundation where they sat had shaken. ഇന്ന് വർഷങ്ങളിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അടിസ്ഥാനത്തിന് കുലുക്കം വരുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എവിടെയോ ഒരുമനപ്പെടാനുണ്ട്. Even after so many years, if the foundation is not shaken, even after we praying, then we need to search out and see that there is somewhere attitude has got changed. ഒന്ന് നമ്മുടെ മനോഭാവം ഒന്നായിരിക്കണം ഒരു യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ. The first of all, our attitude has to be one if we have to have oneness. രണ്ട്, എല്ലാവരെയും ആരോടും മുഖഭാവം കാണിക്കരുത്. We should not show partiality to anyone. ആമേൻ. യോഹന്നാൻ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, James chapter 2 verses 9 it says, മുഖപക്ഷം കാണിച്ചാലോ if you show a partiality, നിങ്ങൾ പാപം ചെയ്യുന്നു. you sin. ഈ പരിശുദ്ധാത്മാവ് പാപമുള്ളിടത്ത് ഇരിക്കുവോ? Oh, will the Holy Spirit sit where there is sin? ആമേൻ. ആമേൻ. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ നല്ല മനോഭാവത്തോടെ അവരെ ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? അവന്റെ മേലെ പരിശുദ്ധാത്മാവുള്ളത്. If how many of us can go and appreciate those children who are doing better than our children? Upon them is the Holy Spirit that is dwelling in them. നമുക്കുള്ള നല്ല ഒരു വീടിനേക്കാൾ നമ്മുടെ കൂട്ടുവിശ്വാസി നല്ലൊരു വീട് വാങ്ങിക്കുമ്പോൾ അവൻ ജോലിയിൽ നിന്ന് മോട്ടിച്ചിട്ട് വന്ന് വാങ്ങിച്ചതാന്ന് പറയാതെ നിന്നെ ദൈവം അനുഗ്രഹിച്ചത് നിന്റെ കഷ്ടതയ്ക്ക് ദൈവം നൽകി തന്നതാണെന്ന് വായ് തുറന്ന് ഹൃദയം തുറന്ന് അവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നെങ്കിൽ ആ മനോഭാവമുള്ളവരുടെ മേലെ പരിശുദ്ധാത്മാവുള്ളത്. When a fellow brother is buying a better home than ours, we instead of saying that he has robbed money from his workplace and built this home, instead of that, if we say with our open heart that God has seen his difficult times and blessed him, upon him is that Holy Spirit upon him, and he has that oneness. യേശുക്രിസ്തുവിന്റെ മർമ്മത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുകയാണ്, ഇന്ന് ജാതികളെന്നില്ല, യഹൂദന്മാരെന്നില്ല, യവനനെന്നില്ല, ആമേൻ, പണ്ഡിതനെന്നില്ല, പാവനനെന്നില്ല, പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. Paul, who has unto whom the mystery has been revealed, he is saying that there is no Jew, there is no Greek, there is no Gentiles, there is no ministers or priests or poor or rich, but all those who have been received, all those who have been washed by the precious blood of Jesus Christ have been made his. അപ്പോൾ ഈ ഒരു മനോഭാവത്തിൽ ഇരിക്കുന്ന ജനമാണ് ഐക്യതയോടെ ഇരിക്കുന്നത്, യൂണിറ്റിയോടെ ഇരിക്കുന്നത്. So all these children of God who has this same attitude are sitting in oneness or in one accord. അവര് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന അടിസ്ഥാനങ്ങൾക്ക് കുലുക്കമുണ്ടായി. So when they prayed, the foundation where they sat had shaken. ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്നുമാണ് നാം കാണുന്നത്. So what we see in Acts chapter 2 verses 1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. When the day of Pentecost had fully come, they were all in one accord sitting in one place. അടുത്ത വാക്യം, പെട്ടെന്ന് And suddenly കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. there came a sound from heaven as of a rushing mighty wind. ആദ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത് ഒരു ശബ്ദത്തിലൂടെയാ. So first of all, the Holy Spirit was revealed through a sound. ആമേൻ. എന്താണ് അവിടെ കാണുന്നത്? 29 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നതാണ്. In Psalms 29 it says that the voice of the Lord destroys the God. അവ പരിശുദ്ധാത്മാവ് ആദ്യം ദൈവസഭയിൽ വെളിപ്പെട്ടതിന്റെ ആദ്യത്തെ ലക്ഷണം ഒരു ശബ്ദത്തോടു കൂടെയാണ്. The first identification of the Holy Spirit being revealed upon a church is through the sound. തകർത്ത് കളയുന്ന ഒരു ശബ്ദത്തോടു കൂടെ. It was a sound of a mighty rushing wind. പക്ഷേ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ ഒരു കൊടിയ കാറ്റും അടിച്ചില്ല.
But when the Holy Spirit was revealed upon Jesus, there was no mighty rushing wind. അന്ന് കാറ്റുമില്ലായിരുന്നു, ഇടിയും ഇല്ലായിരുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഭൂകമ്പവും ഇല്ലായിരുന്നു. At that time there was no rushing wind, there was no earthquake, or there was no thunderstrike. കാരണം അവൻ പവിത്രനാണ്, പാവനനാണ്, പരിശുദ്ധനാണ്. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രൂപം പോലും പ്രാവിന്റെയാ. ഇത്രമാത്രം കളങ്കമില്ലാത്തൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. Because he is holy, he is righteous, he is one without spot or blemish, and the Holy Spirit comes upon him like a dove. പക്ഷേ ഈ കൂടിയിരിക്കുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന ഒരു ഇടിമുഴക്കത്തോടെയാ. But upon this 120 people, the Holy Spirit comes upon them with a mighty rushing wind. കാരണം ഇവന്റെ ഉള്ളിലിരിക്കുന്ന സകലത്തെയും ഇടിച്ച് പുറത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ആത്മാവ് ഇവനിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. Because whatever is inside them, if it only has been destroyed, only can the Holy Spirit indwell in them. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പല രീതിയിൽ ഓരോരുത്തരിൽ വന്ന് പ്രവേശിക്കുന്നത്. Holy Spirit comes and indwells in each person in different ways. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഒന്ന്, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. The first thing is the sound of the Holy Spirit. ഞാൻ പറഞ്ഞല്ലോ 29 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് പലത് പറയുന്നുണ്ട്. In Psalms 29 it talks about the voice of the Lord. അതിനകത്ത് പറയുന്നുണ്ട് യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നതാണ്. The voice of the Lord destroys the gods. ആമേൻ. രണ്ടാം പറയുന്നു യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. It says next that the Lord splinters the cedars of Lebanon. എന്താണ് ഈ ലെബാനോനിലെ ദേവദാരിന് ഇത്ര പ്രത്യേകത? What is the peculiarity of the cedars of Lebanon? ഈ ദേവദാരാണ് പണ്ട് ശലോമോൻ ആലയം പണിയാൻ വേണ്ടി എടുത്തത്. It is these cedars that Solomon had taken to build the temple of the Lord. രണ്ട് ഗുണമായി ഇതിനുള്ളത്. It has two benefits. ഒന്ന്, ഭയങ്കരമായിട്ട് ഉറപ്പുള്ളതാണ് ഈ ലെബാനോനിലെ ദേവദാർ എന്ന് പറയുന്നത്. These cedars of Lebanon has a great firmness. യെശയ്യാവ് 2:13 ഈ ദേവദാരിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. In Isaiah 13 it talks about these cedars of Lebanon. അവ പറയുന്നു ലെബാനോനിലെ പൊക്കവും ഉയരവും ഉള്ള ദേവദാരുകൾ. It is talking about the cedars of Lebanon which has heights and greatness. എന്താണ് യഹോവയുടെ ശബ്ദം ദേവദാരിനെ തകർക്കുന്നെന്ന് പറയുന്നത്? Why does it say that the Lord splinters the cedars of Lebanon? ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ എത്ര പൊക്കമുള്ളവനാണെങ്കിലും, എത്ര ഉയരമുള്ളവനാണെങ്കിലും, എത്ര ഉറച്ചവനാണെങ്കിലും, ഈ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ നിന്റെ പൊക്കം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതിനെ തകർക്കുന്നതാണ് ദൈവശബ്ദം എന്നുള്ളത്. It does not matter how great you are, how much height you have, how much firmness or how firm you are in the foundation. The voice of the Lord can splinter or break that. ലോകത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ വൃക്ഷമാണെങ്കിലും അവൻ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ ഇവൻ തകർന്നു പോകുവാനിടയായി തീരും. Even though this plant is such a great and mighty plant upon this earth, but before the voice of the Lord it can be broken. ആമേൻ. പക്ഷേ വെറും മണ്ണായ ഞാനും നിങ്ങളും ദൈവശബ്ദം കേട്ടിട്ട് എന്താ തകരാത്തത്? But we who are just dust, even after listening to the voice of the Lord, why are we not broken? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി ഉള്ളതുകൊണ്ടാണ് നാം തകർന്നു പോകാതിരിക്കുന്നത്. It is because that great and mighty power of the Holy Spirit that is indwelling in us, that is why we are not being destroyed. അടുത്ത വാക്യം പറയുന്നത് യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. And the next it says that the voice of the Lord divides the flames of fire. അടുത്ത വാക്യം പറയുന്നത് യഹോവയുടെ ശബ്ദം മരുഭൂമിയെ തകർക്കുന്നു. The next it says the voice of the Lord shakes the wilderness. മരുഭൂമിയെ നടുക്കുന്നു. It shakes the wilderness of Kadesh. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. The Lord shakes the wilderness of Kadesh. അവനപ്പോ വരണ്ട് കിടക്കുന്ന, ഉണങ്ങിക്കിടക്കുന്ന, വരൾച്ച പിടിച്ചു കിടക്കുന്ന, ഇനിയിപ്പൊ എന്തു വന്നാലും ഇതിന് ഒരു അനക്കവും വരുത്തില്ലെന്ന് പറഞ്ഞ് ഏതു മരുഭൂമിയുടെ സാഹചര്യങ്ങളാണെങ്കിലും ഉയരത്തിലെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ഇളക്കം സംഭവിക്കുവാനിടയായി തീരും. Irrespective of how dry it is, how withered it is, whatever the wilderness that we are, if the voice of the Lord comes down, then whatever the wilderness it is, it will be shaken. ആമേൻ. ഇയ്യോബ് പറയുകയെ 9:6 പറയുന്നു, അവൻ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് ഇളക്കുന്നു, അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. Job 3:9. 9:6. Job 9:6 it says, അവൻ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് നീക്കിക്കളയുന്നു. he shakes the earth out of its place. അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. Its pillars tremble. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്ന ഏതു കാര്യങ്ങളായിക്കൊള്ളട്ടെ,
ഉയരത്തിലെ ശബ്ദം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ തൂണുകളെ ദൈവം ഇളക്കി മാറ്റുവാനിടയായി തീരും. Whatever we think that this foundation is firm, but when the voice of the Lord comes, the Lord will shake it out. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു. The next word it says, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. the voice of the Lord makes the deer give birth. എന്തുവാ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does it mean? ആമേൻ. നാളുകളായി അകത്ത് ഒരു ആമേൻ ഹല്ലേലൂയ ഒരു വാഗ്ദത്തവുമായി ഇങ്ങനെ നടക്കുകയാ ഇതിനെ പുറത്തു കൊണ്ടുവരുവാൻ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുറത്തു വരാതെ നിന്റെ ഉള്ളിനകത്ത് വിയർപ്പ് മുട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് പ്രസവിക്കുവാനിടയായി തീരും. Whatever the promises that are is waiting to come out, but even after time is not giving birth and is being waiting there, when it hears the voice of the Lord, it gives birth. നാളുകളായി അനേക വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ട്. For many years we have been hearing the promise of the Lord. വചനം വായിക്കുമ്പോഴൊക്കെ ഇത് ഉറപ്പിക്കുന്നുണ്ട്. When we read the word of the Lord, it is strengthening us. അനേക അഭിഷിക്തന്മാരിലൂടെ വചനത്താൽ ഇതിനെ ആമേൻ ഉറപ്പുവരുത്തുന്നുണ്ട്. And through many of the anointed servants, it is being affirmed to us. പക്ഷേ ഇത് പുറത്തു വരാൻ കഴിയാത്തതുപോലെ അകത്ത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഉയരത്തിലെ ശബ്ദത്താൽ ദൈവം അതിനെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. But if it has been bound, unable to come out, then by the voice of the Lord tonight it will come out. ഈ ശബ്ദത്തിന് വളരെ പ്രത്യേകതയുണ്ട്. So there is a peculiarity in this voice. ഭൂമിയുടെ ആരംഭം തന്നെ ഒരു ശബ്ദത്താലല്ലേ? The beginning of the earth, it was made out of a sound. ഉളവാകട്ടെ. It said, let it be. ആമേൻ. ഉണ്ടാകട്ടെ. Oh, let it be. അത് അതിനോട് വേർതിരിയട്ടെ. Oh, let it be separated. ചെന്ന് കൈകൊണ്ട് മാറ്റിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. It is not written that it was ഒരു separated with the വാക്കിനാൽ hand. അത് ഉളവായിട്ടുണ്ടെങ്കിൽ If it was done with just a sound, ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ആലയത്തിന്റെ അകത്ത് ആ വാക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. I believe that tonight, if that voice is revealed here, whatever is not there and void, it will come to pass. നീ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് തന്നെ എങ്ങനാ? Oh, the second coming of the Lord, how is it? ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. In Revelation it says that he will come with the sound of a trumpet, അവിടെ- with the sound of the archangel. ആമേൻ. അപ്പൊ ഈ നമ്മൾ ഈ പെന്തക്കോസുകാർ കിടന്ന് ഈ ശബ്ദം വെക്കുന്നതിന്റെ കാരണം തന്നെ നമ്മുടെ അടിസ്ഥാനം തന്നെ ശബ്ദമാണ്. The reason why we as Pentecost make a lot of sound is because the foundation of ours is the sound. അപ്പൊ ഒന്ന് ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി. So the first thing, there was a mighty rushing wind. എന്റെ പോയിന്റ് തീർന്നു കേട്ടോ, ഇപ്പൊ ഞാൻ നിർത്താം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, fill the house, ഭവനത്തെ നിറച്ചു. It filled the house. ആമേൻ. അവർ ഇരുന്ന ഇടം നിറച്ചു. And it filled the house, the whole house where they were sitting. ആമേൻ. അവർ ഇരുന്ന ഇടം മൊത്തം നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മൊത്തത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തു. What it means that when the Spirit of the Lord came and dwelled into that whole house is that the Holy Spirit took full control. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനുമായി നാം അതിനകത്തേക്കായെങ്കിൽ മാത്രമേ നിയന്ത്രണം ദൈവത്തിന്റെ ആത്മാവിനെ എടുക്കുവാൻ കഴിയുകയുള്ളൂ. Like I told before, only if we are in the fullness of the Holy Spirit can the Holy Spirit take full control. എസെക്കിയേൽ 47 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ അതല്ലയോ ഞാൻ നിങ്ങളും കാണുന്നത്. From in Ezekiel chapter 41 verses 12 onwards, isn't that not we see? ആമേൻ. അവിടെ പറയുകയാണ് ആലയത്തിന്റെ യാഗപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു നദി ഒഴുകി വരുന്നുണ്ട്. We can see there that there is a river that is flowing under the temple. ഈ ആലയത്തിന്റെ അടിയിൽ നിന്ന് നദി ഒഴുകുന്നെന്ന് പറഞ്ഞ് യഥാർത്ഥമായിട്ട് ആലയത്തിന്റെ അടിയിൽ നദി ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. It does not literally mean that there is a river that is flowing under the temple. പ്രവാചകൻ ദർശനത്തിൽ കാണുകയാ ദൈവത്തിന്റെ ആലയം എവിടുണ്ടോ അവിടെയൊക്കെ ഈ നദിയുണ്ട്. The prophet is seeing in his vision that wherever the temple of the Lord is, there is this river that is flowing beneath. ആരാണ് എവിടാണ് ദൈവത്തിന്റെ ആലയം? ദൈവജനം കൂടി വരുന്നതോ ദൈവത്തിന്റെ ആലയം? Where is the temple of the Lord? Where the children of the Lord comes together, there is the temple of the Lord. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന നമ്മുടെ ശരീരമാ ദൈവത്തിന്റെ ആലയം. In other words, we who are indwelling the Holy Spirit within us is with the temple of the Lord. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്നൊരു നദി പുറപ്പെടുവാൻ ഇടയാകണം. So if so, then within us there has to be a river that should flow from us. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ 8ാം വാക്യത്തിൽ പറയുന്നു, ഈ നദി ചെന്ന് കടലിൽ വീഴുന്നത് മുഖാന്തരം ആ വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നു. And what I like in the 8th verse is that this river flows and falls into a sea, and that sea is purified. ലോകത്തിലെ സകല അശുദ്ധി ചെന്ന് ചേരുന്ന കടൽ, All the dirt that flows into that sea, അവൻ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന
കിടക്കുന്ന കടലിനകത്തുള്ള ജലം, Oh, that water that is in that sea that is fully diluted. ഒരു നദിയിലെ വെള്ളം ചെല്ലുമ്പോൾ കടൽ ശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ ഈ നദിയുടെ വെള്ളത്തിലെ ശക്തി ഇത് പകലൊന്ന് തിരിച്ചറിഞ്ഞേ. If that river flows into the sea and purifies that sea, then you need to understand tonight what is the power of that river. രണ്ടാമത്തെ അർത്ഥം, The second meaning, കടലെന്ന് പറഞ്ഞാൽ നിനക്ക് അളക്കാൻ പറ്റാതെ കിടക്കുന്നതാ. an ocean you cannot measure. പക്ഷേ ഒരു നദിയിലൂടെ ഒഴുകുന്ന വെള്ളം ചുരുക്കമേ ഉള്ളൂ. But the river, the water that is in the river is just little. നീ വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും, നമ്മൾ വിചാരിക്കും നമ്മിലുള്ള ശക്തി അല്പമേ ഉള്ളെന്ന്. പക്ഷേ ഈ ശക്തി ഒരു കടലിനെ മൊത്തം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ആത്മാവിന്റെ വലിപ്പമുള്ള ശക്തിയാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. We might think that this water is just little, but we need to understand that this little river, when it flows and falls into the sea, it purifies that great ocean, and that is the power of the Holy Spirit. അടുത്തത് പ്രവാചകൻ ഇങ്ങനെ പറയുകയാ, The Holy Spirit, the prophet is saying in this manner, എന്റെ പുറകിൽ ഒരു വ്യക്തി നിൽപ്പുണ്ട്, there is a person who is standing behind me. അവനൊരു ചരടുമായിട്ടാ നിൽക്കുന്നത്. He is standing with a measuring unit. രണ്ടർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. Let me tell you two meanings. ഒന്നാമത്, The first thing, ആത്മീയമായി നമ്മെ അളക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. there is a Holy Spirit that measures us spiritually. ഈ ആത്മാവിന്റെ പൂർണ്ണത വരുന്നത് നീ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നീന്തിയിട്ടല്ലാതെ കടക്കാൻ വരുന്ന സാഹചര്യമാകുമ്പോഴാ. When we come to the fullness of the Holy Spirit is that when we are dipped into that river, and until we swim we cannot cross. ഈ സമയം പോകുന്നോണ്ട് ഞാൻ ഇങ്ങനെ ധൃതി പറഞ്ഞു പോകുന്നോണ്ട് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. Because I'm going quickly, I'm not getting words. ഞാൻ ഇപ്പം നിർത്താൻ പോകുന്നു. I'm going to quickly Praise the stop. Lord. Hallelujah. നോക്കണേ, രണ്ടാമത്തെ അർത്ഥം, The second meaning, നമ്മെ അളക്കുന്ന മനുഷ്യരുണ്ട്, there are people who measure us. നമ്മെ അളക്കുന്ന ലോകമുണ്ട്. There is a world that measures us. 1000 മുഴം അളന്നിട്ട് അവനെ കൊണ്ട് നിർത്തിയപ്പോൾ പറഞ്ഞു നരിയാളിയോളം വെള്ളമുണ്ട്. He was measured 1,000 feet, and he said up to the ankle there is water. എങ്കിലും ബാക്കിയുള്ള നിന്നെ അളന്ന് നിനക്ക് വിധി എഴുതാൻ ലോകം നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. But there is a world that is ready to measure you and judge you. പിന്നെ നീ ആത്മാവിൽ ഇച്ചിരിയും കൂടെ മാറി മുട്ടോളമുള്ള വെള്ളത്തിൽ വന്നു. And in the spirit you went a little forward, and there was water up to the knee. എങ്കിലും ലോകം പറയും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവനെ അളക്കാൻ പറ്റുന്നുണ്ട്. But the world will say that yet though he is praying and worshiping, yet we can measure him. പിന്നെ ആത്മാവിനെ ആഴത്തിലേക്ക് ഇറക്കി അരയോളം വെള്ളത്തിലാക്കി. And the Holy Spirit took him even deeper into the water, and there was water up to his hip. അപ്പോഴും ഞാനും നിങ്ങൾ സാഹചര്യം കൊടുക്കുന്നുണ്ട് ലോകത്തിന് അളക്കാൻ വേണ്ടിയായിട്ട്. Even then we are giving opportunity unto the world to measure us. പക്ഷെ നീ വെള്ളത്തിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ, But once you are put down in the water, പൂർണ്ണമായി നാം വെള്ളത്തിനകത്തായി കഴിഞ്ഞാൽ, when we are completely down in the water, എന്ന് വെച്ചാൽ നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി കഴിഞ്ഞാൽ, even when we come to a situation where even though we swim we cannot cross, ലോകത്തിന്റെ കണ്ണിന്റെ ദൃഷ്ടി പോലും നിന്നെ അളക്കാൻ പറ്റാത്തതുപോലെ നിന്റെ മീതെ നിൽക്കുന്നത് ഈ പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാ. it will be this water, the Holy Spirit, that will be over your head, where this world cannot measure you. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം If so tonight, അവൻ പരിശുദ്ധാത്മാവിൽ ഒന്ന് താഴുവാൻ, ആ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ഒന്നിറങ്ങുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? how many of us are ready to humble ourselves before the Holy Spirit and go down into this water? അവൻ മൂന്നാമത് പറഞ്ഞു, അഗ്നിജ്വാല പോലെ ഒരു നാവ് അവർക്ക് മേൽ പിളർന്നു വന്നു. And the third thing, it said that there was a fire that came upon them like tongues. 4 ഓരോരുത്തരുടെ മേൽ അത് പതിഞ്ഞു. And fourth, it was like a divided tongue upon each one. ഓരോരുത്തരുടെ മേൽ അത് ഇറങ്ങി വന്നെന്നല്ല പറഞ്ഞത്, It did not say it came upon them individually. അത് പതിഞ്ഞു. It divided. എന്ന് വെച്ചാൽ നീ പുറത്തോട്ടിറങ്ങിയാലും ഒരു മനുഷ്യനും വലിച്ചു കീറി കളയാൻ പറ്റാത്തതുപോലെ നിന്റെ മേൽ അത് മുദ്രയിട്ടിരിക്കുക, സീൽ ചെയ്തിരിക്കുകയാ. What it means is that once you go out, you in a way that you cannot be torn apart, this Holy Spirit has sealed upon you. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം വിശുദ്ധിയുള്ളിടത്തോളം കാലം നമ്മുടെ മേലുള്ള ആത്മാവിനെ പുറത്താക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തിക്ക് കഴിയത്തില്ല. Once the Holy Spirit is indwelled upon you, then no power of darkness can separate us from this Holy ഈ Spirit. പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ദൈവം പറയുകയാണ്, After giving this Holy Spirit, the Lord is saying, ഇതിന്റെ പ്രത്യേകത the peculiarity of this, ഇത് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട്, because it indwells in you, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. because I live, you also shall live. ഈ ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് കാണാൻ പറ്റും.
This world cannot see me, but you can see me. അതാ രണ്ടാമത്തെ പ്രോമിസ്. That is the second promise. മൂന്നാമത്തെ പ്രോമിസ്, The third promise, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. I will never leave you as orphans. ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? How many of you all have this ഞാൻ ഇന്നും affirmity? ദൈവത്തെ കാണുന്നതിന്റെ കാരണം, The reason that I see God even today, ഇന്നും എനിക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുന്നതിന്റെ കാരണം, the reason that I know God even today, ഇന്നും എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതിന്റെ കാരണം, the reason that I am able to hear the voice of the Lord even ഇന്ന് today, ഞാൻ ഏകനായി വഴിയിൽ കിടന്ന് അലയാതിരിക്കുന്നതിന്റെ കാരണം, the reason that I am not orphan today, അവൻ പിതാവിന് എന്നോട് സ്നേഹം തോന്നി പുത്രന്റെ വാക്കിനാൽ അവിടുത്തെ ആത്മാവിനെ എന്റെ മേൽ പകർന്നതുകൊണ്ട്, അതുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിക്കട്ടെ. through the love of the Father and through the request of the Son, because the Holy Spirit indwells in you, we have that love of God. So let us pray tonight in that way. ദൈവജനമേ, നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവ്. You children of God, what we need is the Holy Spirit. ദൈവം നമ്മെ May the സഹായിക്കുമാറാകട്ടെ. Lord bless.